കൗണ്ടിങ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഫോർഡിൻ്റെ എൻഡോവറാണ്. അപ്പോൾ എൻഡോവറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇപ്പോൾ ഞാൻ ഇരിക്കുന്ന വാഹനം XLT എന്ന ഓപ്ഷനിൽ വന്നിരിക്കുന്ന വാഹനമാണ്. 2005 ഇതിൻ്റെ മോഡൽ. അതുകൂടാതെ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തേർഡ് ഓണർഷിപ്പിൽ വന്നിരിക്കുന്ന വണ്ടിയാണ്. KL3 ആണ് രജിസ്ട്രേഷൻ വന്നത്. പിന്നെ ഡീസൽ വണ്ടിയാണ്. കിലോമീറ്റേഴ്സ് ഞാൻ ഇൻറ്റീരിയേഴ്സ് കാണിച്ച് തരാം. അതുകൂടാതെ തന്നെ 2500 cc വണ്ടി വരുന്നത് 4 സിലിണ്ടർ വണ്ടിയാണ്. ലൈഫ് ടാക്സ് 2024 12 മാസം വരെ നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വാഹനത്തിൻ്റെ ഇൻട്രോയിൽ പറയാനുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ഫുൾ വീഡിയോ കാണിച്ചു തരാം. ഇൻറ്റീരിയേഴ്സ്, എക്സ്റ്റീരിയേഴ്സ്, എഞ്ചിൻ ഭാഗം, ഇൻറ്റീരിയേഴ്സ് എല്ലാം വിശദമായിട്ട് കാണിക്കുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാൻ. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഈ ഒരു എൻഡോവറാണ്, ഫോർഡ് എൻഡോവർ. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ നല്ലൊരു മസിൽ വാഹനമാണ്. നല്ല രീതിയിൽ തന്നെ മാർക്കറ്റിൽ ഇറങ്ങിയേക്കുന്ന വാഹനം കൂടിയാണ്. പിന്നെ ഫോർഡിൻ്റെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ഓഫ് റോഡറും കൂടിയാണ് നമുക്ക് ഈ ഒരു വാഹനം. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന XLT എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. 4x4 ആണ് വന്നേക്കണേ. അതേപോലെ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബോഡി ക്വാളിറ്റിയും കാര്യങ്ങളും നോക്കാം. വളരെ നീറ്റായിട്ട് ഉപയോഗിക്കുന്ന വാഹനമാണ്. അതുകൂടാതെ നമുക്ക് സൈഡും ഫ്രണ്ടും ബാക്കും കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമായിട്ട് നോക്കാം. കണ്ടോ, വണ്ടി ബ്ലാക്ക് കളറാണ് വന്നേക്കാം. ബ്ലാക്ക് കളറിന് അതിൻ്റേതായ ഭംഗിയുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ പിന്നെ എടുത്തു പറയേണ്ട ആവശ്യമില്ല. വണ്ടിയുടെ ക്വാളിറ്റി നോക്കാം കേട്ടോ. നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ആ ഒരു ഫോർഡ് എൻഡോവർ. അപ്പോൾ നമുക്കിനി ഈ വാഹനം ഓരോരോ ഭാഗങ്ങളിലേക്ക് ഒന്ന് പോകേണ്ടിയിരിക്കുന്നു. എൻ്റെ ഇൻറ്റീരിയേഴ്സ്, എക്സ്റ്റീരിയേഴ്സ്, എഞ്ചിൻ ഭാഗം, ടയർ കണ്ടീഷൻ എല്ലാം ഞാൻ വിശദമായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക. കണ്ടോ, ഇതാണ് വാഹനം. KL3 ആണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ വന്നേക്കണേ. നമുക്ക് ഓരോരോ ഭാഗങ്ങളിലേക്ക് പോയേക്കാം. വീലാർസ്, ടയർ കണ്ടീഷനൊക്കെ ജസ്റ്റ് നോക്കിയേക്കാം. ഇതാണ് ടോപ്പ് വ്യൂ വന്നേക്കണേ. വീലാർസിലേക്ക് വരാം. വീലാർസ് നല്ല പക്കാ കണ്ടീഷനിലിരിക്കുന്ന വീലാർസ് നമുക്ക് കൂടെ കാണാൻ പറ്റും. നീറ്റായിരിക്കുന്ന വീലാർസ് കിട്ടുന്നുണ്ട്. ടയർ കണ്ടീഷൻ നോക്കാം. നല്ല ഗ്രിപ്പ് ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന അലോയ്സ് നമുക്ക് കൂടെ കാണാൻ പറ്റും. ഇവിടെ ബോണറ്റ് നോക്കാം. ബോണറ്റ് നല്ല നീറ്റായിരിക്കുന്ന ബോണറ്റാണ്. ചെറിയ അഴുക്കും പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ടുണ്ടെങ്കിൽ വണ്ടി പക്ക ക്വാളിറ്റിയാണ്. വിൻഷീൽഡും ഇവിടെ ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ വിൻഷീൽഡ് കാണാൻ പറ്റും. ഫ്രണ്ടിൽ ഇവിടെ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. ലാമ്പും കാര്യങ്ങളും വരുന്നുണ്ട്. ഗ്രില്ലായാലും നല്ല നീറ്റായിട്ടെങ്കിൽ ഗ്രില്ല് നമുക്കിവിടെ കാണാം. ലെഫ്റ്റ് സൈഡിൽ ലാമ്പ് വരുന്നുണ്ട്. ഫോഗ് ലാമ്പ് താഴെ വരുന്നുണ്ട്. ഇവിടുത്തെ വീലാർസിലേക്ക് പോകാം. ഈ വീലാർസ് ആയാലും നല്ല നീറ്റായിട്ടിരിക്കുന്ന വീലാർസ് നമുക്കിവിടെ കാണാം. അതേപോലെ നല്ല ഗ്രിപ്പൊക്കെ ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. രണ്ട് ഡോറിലേക്കും വരാം. രണ്ട് ഡോറും ഇവിടെ ഒരു ലൈൻ സ്ക്രാച്ച് വന്നിട്ടുണ്ട്. താഴെ വരേണ്ടത് അത് മാത്രം സൈഡിൽ നമുക്ക് എടുത്ത് വരേണ്ട കുറച്ച് പ്രശ്നം. ബാക്കി സൈഡൊക്കെ ഓക്കെയാണ്. ഇവിടുത്തെ വീലാർസിൽ ചെറിയ രീതിയിൽ പെയിൻറ്റിങ് പോയിട്ടുണ്ട്. ഇവിടെ ലൈൻ നമുക്കിവിടെ കാണാൻ പറ്റും. കണ്ടോ, ടയേഴ്സ് ആയാലും കുഴപ്പമില്ലാത്ത ഗ്രിപ്പും കാര്യങ്ങളും നിൽക്കുന്നുണ്ട്. നമുക്ക് ഇനി സൈഡ് പോർഷനിലേക്ക് വരാം. ലാമ്പൊക്കെ നീറ്റായിട്ടിരിക്കുന്നു. സ്പോയിലേഴ്സ് വരുന്നുണ്ട്. ഡിഫോഗർ വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ നമുക്കിവിടെ ഡോർസിൽ XLT എന്നുള്ള ബാഡ്ജിങ് നമുക്കിവിടെ കാണാൻ പറ്റും. സ്പെയർ വീൽ നമുക്കിവിടെ വരുന്നുണ്ട്. കവേർഡാണ്. ഓക്കെ, ഇവിടെ സൈഡ് പോർഷൻ ആയാലും ഓക്കെ ആയിട്ട് ഇരിക്കുന്നു. ഇനി നമുക്കിതിൻ്റെ വീലാർസ് നോക്കാം. ഈ വീലാർസ് ആയാലും നല്ല നീറ്റായിട്ടിരിക്കുന്ന വീലാർസ് നമുക്കിവിടെ കാണാം. കുഴപ്പമില്ലാത്ത ഗ്രിപ്പൊക്കെ ടയേഴ്സ് നിൽക്കുന്നുണ്ട്. അലോയ്സ് ആയാലും ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. രണ്ട് ഡോറ് നോക്കാം. രണ്ട് ഡോറ് നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഡോർസ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഡോറിന് ഓപ്പൺ ചെയ്തിട്ട് ഇൻറ്റീരിയേഴ്സിന് പരിചയപ്പെടാം. പവർ വിൻഡോസിൻ്റെ ബട്ടൺ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. അതേപോലെ തന്നെ സീറ്റ്സ് നോക്കാം. സീറ്റ്സ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന സീറ്റ്സ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ ഡാഷ്ബോർഡ് നോക്കാം. ഡാഷ്ബോർഡ് നീറ്റായിരിക്കും. ഡാഷ്ബോർഡ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ മിഡിൽ നമുക്ക് AC വെൻറ്റിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബാക്കിയുള്ള മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സിൽ നിന്ന് നമുക്കിവിടെ കാര്യമായിട്ട് കാണിക്കാനുള്ളത്. കിലോമീറ്റേഴ്സ് അറൗണ്ട് 1,75,000 കിലോമീറ്റേഴ്സ് ഓടിയിട്ടുണ്ട് വണ്ടി. റൂഫായാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന റൂഫ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. കണ്ടോ, അപ്പോൾ ഇതിലേക്കായിരുന്നു നമുക്ക് ഫ്രണ്ട് പോർഷനിൽ കിട്ടുന്നത്. ഇനി നമുക്ക് ഡോർ ഓപ്പൺ ചെയ്യാം. ഇവിടെ മിഡിൽ ഡോർ നോക്കിയേക്കാം. ഇവിടെയും നമുക്ക് പവർ വിൻഡോസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. മിഡിൽ നമുക്കിവിടെ ലാവിഷായിട്ടുള്ള ഡ്രഗ് റൂം കിട്ടുന്നുണ്ട്. ഇവിടെ നല്ല വാഹനത്തിൻ്റെ വ്യൂ നോക്കാം. നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ഒരു മിഡിൽ ഡോർ നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ രണ്ട് പിലോസ് ഇരിക്കുന്നുണ്ട്. പിന്നെ ബാക്ക് സീറ്റും കാര്യങ്ങളും ജസ്റ്റ് നോക്കിയേക്കാം. ഇതാണ് ബാക്ക് സീറ്റ് വന്നേക്കണേ. 3 പേർക്ക് ഈസി ആയിട്ട് ഇരിക്കാം. ഇവിടെ നമുക്ക് AC വെൻറ്റും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് വാഹനത്തിൻ്റെ മൊത്തത്തിലുള്ള ഇൻറ്റീരിയർ പോർഷൻ നമുക്ക് കാണിക്കാനുള്ളത്. ഡോറിന് ക്ലോസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ എഞ്ചിൻ ഭാഗവും ടയർ കണ്ടീഷനൊക്കെ ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ ഭാഗം. ഒരുപാട് സൈസ് എഞ്ചിനാണ്. ഇഷ്ടംപോലെ സ്പേസ് നമുക്കിവിടെ കിട്ടും. എഡ്ജസും കാര്യങ്ങളൊക്കെ നോക്കാം. ക്യാമറ വളരെ സ്ലോയിലാണ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ഒരു എഞ്ചിൻ പോർഷൻ നമുക്കിവിടെ കിട്ടുന്നുണ്ട്.
കേട്ടോ. അതേപോലെ തന്നെ ബാറ്ററിയൊക്കെ പവർഫുൾ ബാറ്ററിയാണ്. നമുക്ക് ലിഡിലേക്ക് വരാം. ലിഡായാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ലിഡ് നമുക്കിവിടെ കിട്ടുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സ് അല്ലെങ്കിൽ എൻജിൻ ഭാഗത്ത് കാണിക്കാനുള്ളത്. പയ്യെ നമുക്കിനി ബൂട്ടിലേക്ക് നോക്കാം. ബൂട്ട് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ബൂട്ട് ഡോറാണ്, വലിയ കാര്യമായിട്ട് സ്പേസ് ഒന്നും ഉണ്ടാകാൻ വഴിയില്ല. എന്നാലും നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാം ഇതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളും നോക്കാം. അപ്പോൾ ഇതാണ് ബൂട്ട് സ്പേസ് വന്നേക്കുന്നത്. ഡോർസൊക്കെ ഓക്കെയാണ്, നീറ്റായിട്ട് ഇരിക്കുന്നു. അതേപോലെ ഇവിടെ ചെറിയ സ്റ്റോറേജ് ഉണ്ട്, കാര്യമായിട്ടുള്ള സ്റ്റോറേജ് ഒന്നുമില്ല, എന്നാലും കുഴപ്പമില്ലാത്ത സ്റ്റോറേജ് കിട്ടുന്നുണ്ട്. സീറ്റ്സൊക്കെ ഡൗൺ ചെയ്തിട്ട് നമുക്കിവിടെ സ്പേസ് കൂട്ടാവുന്നതാണ്. റൂഫിൽ ഇവിടെ ഒരു ടെയിൽ ലാമ്പ് കം സ്പോയിലർ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സ് ആൻഡ് എക്സ്റ്റീരിയേഴ്സ്. ഇതിൻ്റെ ടയേഴ്സ് വരുന്നത് ബാക്കിലാണ്, സോറി. അപ്പോൾ ഡോറിലാണ് ടയേഴ്സ് അറ്റാച്ച് ചെയ്തേക്കുന്നത്. ടയേഴ്സ് നമുക്ക് ഇവിടെ കവറാണ്, എന്നാലും ചെറുതായിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. കുഴപ്പമില്ലാത്ത ഗ്രിപ്പ് കുറവാണ്, ഗ്രിപ്പ് കുറവുള്ള ടയേഴ്സാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു ഫോർഡിൻ്റെ എൻഡോവർ കണ്ടു കഴിഞ്ഞു. വണ്ടി നോക്കുകയാണെങ്കിൽ ബ്ലാക്ക് കളറിലാണ് വന്നേക്കണം. വണ്ടി നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇൻറ്റീരിയേഴ്സ് നോക്കുകയാണെങ്കിൽ ചെറിയ രീതിയിലൊക്കെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഹെഡ് റെസ്റ്റ് നമുക്കിവിടെ മിസ്സിംഗ് ആണ്. കൂടാതെ തന്നെ ചെറിയ സ്ക്രാച്ച് ബോഡിയിലൊക്കെ വരുന്നുണ്ട്. പിന്നെ വണ്ടി ഓടിക്കാനൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. 4x4 ആണ് വണ്ടി. 2005 മോഡൽ. 1,76,000 കിലോമീറ്റർ നിലവിൽ വാഹനം ഇപ്പോൾ നിലവിൽ കവർ ചെയ്തിട്ടുണ്ട്. 2500 cc വരുന്നുണ്ട്. വണ്ടി ഓടിക്കാനൊന്നും പ്രശ്നമൊന്നുമില്ല, നീറ്റാണ്. നമുക്ക് റേറ്റിലേക്ക് അടക്കാം. റേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നിലവിൽ നിങ്ങൾക്ക് റേറ്റ് വേണമെന്നുണ്ടെങ്കിൽ വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഡയറക്റ്റ് നിങ്ങൾക്ക് വിളിക്കാം, സംസാരിക്കാം കേട്ടോ. കാരണം ഇപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇതിൻ്റെ പ്രൈസ് അവൈലബിൾ അല്ല. അതിൻ്റെ പേരിൽ തന്നെ വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, വിളിക്കാം. ഡയറക്റ്റ് ഒന്ന് വിളിച്ച് സംസാരിച്ചു. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് വണ്ടിയുടെ വിശേഷങ്ങൾ. ഒട്ടനവധി വാഹനങ്ങളുടെ വീഡിയോസ് വരുന്നുണ്ട്. നമ്മുടെ ചാനൽ കൂടി മാത്രമായിരിക്കും 35,000 രൂപ ലക്ഷക്കണക്കിന് വിലയുള്ള വാഹനങ്ങളുടെ വീഡിയോസ് ഡെയിലി വരുന്നത്. അപ്പോൾ ഫോളോ ചെയ്തൊക്കെ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.